ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം, ഞാൻ എൻ്റെ ബിഗ് ബോസ് അപ്ഡേറ്റ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് കുറച്ച് അധികം ദിവസമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര വീക്കായിരുന്നു. സെക്കൻഡ് തിങ് ജോബ് റിലേറ്റഡ് ബിസി ആയിരുന്നു. പക്ഷെ ഐ നെവർ ഫോർഗെറ്റ് ടു വാച്ച് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസ് ഇരുന്ന് കാണലുണ്ടായിരുന്നു. ബിഗ് ബോസ് ഓൺ ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് തന്നെ നെക്സ്റ്റ് ഡേ എന്താവും കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി തുടങ്ങി. ആദ്യത്തെ 2 വീക്ക് ഞാൻ പറഞ്ഞത് അയ്യോ ഈ ബിഗ് ബോസ് ഷോകാണ്, എല്ലാത്തിനും ഷോകാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്രാവശ്യം ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി ബിഗ് ബോസ് ബിക്കോസ് ഐ തിങ്ക് ലൈക്ക് ട്രാക്കിലോട്ട് കയറി എന്നുള്ളത് ഗ്രൂപ്പിസങ്ങൾ നടക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് ചേരി തിരിഞ്ഞിട്ടുള്ള തല്ലുകൾ നടക്കുന്നുണ്ട്. അത് ഫ്രണ്ടോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും ആക്കലും, അനുമോളുടെ കുശുമ്പും അനുമോളുടെ ഈഗോയും അനുമോളുടെ പിണക്കവും അനുമോളുടെ സെൽഫ് ലവും അനുമോളുടെ സെൽഫ് റെസ്പെക്റ്റും അനുമോളുടെ ഒരു കാര്യം അവിടെ വിടാത്തതും ഗെയിമർ അല്ലാണ്ട് ജീവിച്ച് കളിക്കുന്നതും ഈ സാധനങ്ങളൊക്കെ അനുമോൾ ആ സൈഡിൽ പോകുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഈ ഇമോഷൻസിനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്ന ഒരു വലിയൊരു സംഘം തന്നെയുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റെന, ഫാത്തിമ ആൻഡ് അക്ബർ. എനിക്ക് ആ ഗ്രൂപ്പിലുള്ള വേറെ ഒരാളെ പറ്റിയും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല. പക്ഷെ റെനേനെയും അക്ബറിനെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇതിൽ ബിന്നീനെ പറ്റിയുള്ള ഒരു മുഖം, എനിക്ക് എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്നൊരു കാര്യമല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ബിന്നി എന്ന് പറഞ്ഞാൽ, ബിന്നി വളരെ ഡീസൻ്റായി ഇരുന്നു കൊണ്ട് ഇടയിൽ കൂടെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പേഴ്സണലി പറയും. ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ വരുമ്പോൾ അവിടെ വന്ന് നിന്ന് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആര്യൻ അങ്ങനെ ചെയ്തു, ഇവർ ഇങ്ങനെ ചെയ്തു, രേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിലോട്ട് വരുമ്പം ബിന്നി അക്ബറിൻ്റെ ടീം പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഈവൻ വോട്ടിംഗ് പാറ്റേൺ തന്നെ, ഇന്നലെ നടന്ന വോട്ടിംഗ് പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അവരെല്ലാവരും ഒരാൾക്ക് വോട്ട് ചെയ്ത്, അനീഷും ഷാനവാസും. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇവർ 2 വ്യക്തികളാണെന്നുള്ളത്. അപ്പം അങ്ങനെ പിന്നീട് ആ ഒരു മുഖം എനിക്കിതിൽ പറയണമെന്ന് തോന്നി. കാരണം നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ വൈൽഡ് കാർഡ് എൻട്രീനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ വൈൽഡ് കാർഡ് എൻട്രി ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് സോപ്പിട്ടിട്ട് ഇവരുടെ ഇടയിൽ കൂടിയൊക്കെ നിന്ന് തഞ്ചം നോക്കി മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ ഗെയിം പഠിച്ച് കയറി വന്നതുപോലെ എനിക്ക് തോന്നി. ആര്യനോ ഏതോ ഒരാൾ ഇരുന്നിട്ട് അക്ബർ വൈൽഡ് കാർഡ് ഒന്നുമല്ല തോന്നുക, വേറെ ലെവലാണ് അവർ. ഫസ്റ്റ് ഡേ ഉള്ള അവരുടെ പെർഫോമൻസും ഫസ്റ്റ് ഡേ പല ടോപ്പിക്കിൽ കയറുന്നതും സംസാരിക്കുന്നതും കണ്ടാൽ നന്നായിട്ട് അറിയാം. പിന്നല്ല മസ്താനി അല്ലാണ്ട് അതിൽ എൻട്രി ചെയ്ത ഒരു ലേഡി, ഐ ഡോണ്ട് റിമെമ്പർ ഹർ നെയിം. പുള്ളിക്കാരി ഇച്ചിരി സ്ട്രോങ് ആണ്. പുള്ളിക്കാരി ഒരു അത്യാവശ്യം ഒച്ചപ്പാടുകൾ അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ആം വെരി മച്ച് സർപ്രൈസ് വിത്ത് ദി നോറൻ്റെ ബിഹേവിയർ. സീരിയസ്ലി ഇത്രയും സാധനം നോറൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ആ രണേനോടുള്ള ഫൈറ്റും രണേൻ്റെ വായടപ്പിച്ച് നിന്നതും, യു ആർ എ റിയൽ ഗെയിമർ. ഞാനിപ്പോൾ പറയാണ്, ഈ ഗ്രൂപ്പിസം കളിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ഇനി ബിഗ് ബോസിൻ്റെ ഫൈനൽ 5 മസ്റ്റായിട്ടും ഒരു നെയിം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോറ. അമ്മാതിരി പൊളി പെർഫോമൻസ് ആയിരുന്നു. പൊളി എന്ന് വെച്ചാൽ പൊളി പെർഫോമൻസ് എന്ന് വെച്ചാൽ രണേൻ്റെ വായ വരെ അടപ്പിച്ചു. രണയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ആ സൗണ്ടും വെച്ച് ബാക്കിയുള്ള ആൾക്കാരെ ഫുൾ കളിയാക്കി പുച്ഛിച്ച് നടന്നിരുന്നു. അപ്പം രണ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഇന്നലെ എനിക്ക് പേഴ്സണലി മനസ്സിലായി. കാരണം അക്ബറിൻ്റെയും അപ്പാനീൻ്റെയും നടുക്കിരിക്കുമ്പോൾ ഭയങ്കര വർത്താനം, ഭയങ്കര ചീത്ത പറയല, എന്തൊക്കെയാണ് പറയുന്നത്, കൊഞ്ചലം കുത്തുന്ന്. എനിക്ക് രണേൻ്റെ കുറേ സ്ഥലത്തെ ആറ്റിറ്റ്യൂഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. ഈവൻ അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യല. ഈവൻ ഞാനിടുന്ന വീഡിയോകളിൽ തന്നെ ഞാൻ എത്രയോ അനുവിനെ പലതരത്തിലുള്ള കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനുവിനെ കുറ്റം പറഞ്ഞ് വീഡിയോ എടുക്കുന്ന ഒരാൾ മേ ബി ഞാൻ മാത്രമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, പല സ്ഥലങ്ങളും കാണിക്കുന്ന കുറേ ചേഷ്ടകൾ, അത് ഭയങ്കര മിസ്റ്റേക്കാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. എന്തൊരു ഇറിറ്റേഷനാണ്. നമ്മുടെ ജിഷിൻ കയറി വന്നപാട് പറഞ്ഞൊരു സാധനം അപ്പോൾ ട്രോളായിട്ടുണ്ട്. രണേനെ കണ്ട അപ്പം ഞങ്ങൾ TV മ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് രണയ്ക്ക് ഉണ്ടായിരുന്നത്. ആ രണേനെ വായടപ്പിക്കാൻ നൂറയ്ക്ക് പറ്റി. നൂറ വിട്ടുകൊടുത്തില്ല. രണ വായടച്ച് ഇരിക്കുന്നത് വരെ നൂറ പിടിച്ചു നിർത്തി. അതാ പറഞ്ഞത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾക്കാരൊന്നും പാവങ്ങളാണെന്നുള്ളൊരു തോട്ടൊന്നും വേണ്ട. നിങ്ങളൊരു 4 ആൾ ഫ്രണ്ട് കയറി നിന്ന് സംസാരിച്ചാൽ ഇവർ വായടച്ച് നിൽക്കുന്നത് ഇവർ വേണ്ട, പോട്ടെ എന്നാണ്. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവരെല്ലാവരും പുറത്ത് വരാനും സംസാരിക്കാനും റിയാക്ട് ചെയ്യാനും തുടങ്ങും.
അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം അതൊക്കെ തന്നെയാണ്. അതിനിടയിൽ ആദിലയും നൂറയും ചെറുതായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. കാരണം രണ കരഞ്ഞ പാട് നൂറ പോയി സപ്പോർട്ട് ചെയ്തതിനോട് ആദിലയ്ക്ക് പേഴ്സണലി ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ഹൈലൈറ്റിംഗ് പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ രേണുസുതി ഒന്ന് ഇളകി. നിങ്ങൾക്ക് കണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. രേണു ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഫസ്റ്റ് ഡേ തന്നെ മസ്താനീൻ്റെ ഫുൾ ഫോക്കസ് പോയിട്ടുള്ളത് രേണുവിലാണ്. കാരണം മസ്താനിക്ക് അറിയാം അത്യാവശ്യം നെഗറ്റീവ് കോൺട്രവേഴ്സീസും അത്യാവശ്യം വോട്ടർ സപ്പോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രേണു. ഇപ്പോൾ രേണുവിനെ ചൊറിഞ്ഞുകൊണ്ട് നിന്നാൽ അവിടെ ഒരു സ്പേസ് കിട്ടും, രേണു ഹേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നൊരു സ്പേസ് കിട്ടും എന്ന സ്ട്രാറ്റജി ആയിരിക്കാം. മസ്താനി ഫസ്റ്റ് ഡേ തന്നെ പോയത് രേണുവിൻ്റെ അടുത്താണ്. രേണുവിൻ്റെ ആ ഒരു ഓവർ ഡ്രമാറ്റിക് സാധനമല്ലേ, ലൈക്ക് എന്നതൊന്നും ബാധിക്കുന്നില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാനിതൊക്കെ എത്ര കണ്ടു, ഇതൊക്കെ വെറും പുഷ്പം എന്ന് പറയുന്ന രേണുവിൻ്റെ ആ ഒരു ഡ്രമാറ്റിക് സാധനങ്ങൾ രേണു പുറത്തിറക്കിയിട്ടുണ്ട്. വലിയ പാട്ടൊക്കെ പാടി ഒരു സ്പേസ് കൊടുത്തു. സത്യമാണ്, അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇത്രയും ക്യാമറേൻ്റെ ഇടയിൽ ഒരു കണ്ടന്റും കൊടുക്കാണ്ട് വോട്ടും കിട്ടിപ്പോകുന്ന കുറച്ച് ആൾക്കാരാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ഇനി വരുന്ന എവിഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മെയിൻലി ഒനീൽ എന്ന് പറയുന്ന ആൾ ഒന്നും അവിടെ ഒരു കോൺട്രിബ്യൂഷൻ തോന്നിയിട്ടില്ല. ശൈത്യ, നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് എ ഗെയിം, ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി. അപ്പം ഗെയിം പോലെ കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഡെഫിനറ്റ്ലി ആ പ്രോഗ്രാം കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, നമ്മളത് കണ്ടിരിക്കുക. അങ്ങനത്തെ വ്യക്തികൾ അവിടെ ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി പോകുമ്പം ഐ ഡോണ്ട് തിങ്ക് ദിസ് ഗോണ വർക്ക് ഔട്ട്. പക്ഷെ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ എന്തായാലും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന കുറേ കണ്ടന്റുകൾ ബിഗ് ബോസ് സൈഡിൽ നിന്നുണ്ടാവും എന്നുള്ളത് ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഷാനവാസും അനീഷിനെയും ഇറക്കാനുള്ള അക്ബർ ടീമിൻ്റെ പ്ലാൻ നടക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് ഉള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും, ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും. എന്നോട് ഇഫ് യു ആർ ആസ്കിങ് മീ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ് ആരാ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഓഫ് കോഴ്സ് അനീഷ് ഉണ്ട്. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താ അറിയാം, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വ്യക്തിയുടെ മുഖത്തു നോക്കി വൃത്തിയിൽ പറയും. അവിടെ ഈ തെറിവിളി, ഒച്ചപ്പാട്, പ്രൊവോക്കിംഗ്, പിന്നെ എന്താ രണ, പിന്നെ നമ്മുടെ അക്ബർ, ഈ അപ്പാനിയൊക്കെ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഇല്ലേ, കേൾക്കുന്ന ആൾക്കാർക്ക് വരെ അരോചകത്വം തോന്നുന്ന രീതിയിൽ ആ ഒരു സാധനം അനീഷിലില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയും. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലാണ്. അനീഷിന് ഒരാൾ ഫേവർ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, എല്ലാവരും അനീഷിന് ഈക്വലാണ്. തേർഡ് തിങ് എന്ന് പറയുന്നത്, ഒരു വിഷമം കണ്ടാൽ അനീഷ് അവിടെ സപ്പോർട്ടായി നിൽക്കും. കാരണം അനീഷ് ഞാൻ ഇയാളോട് തല്ലുണ്ടാക്കി ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നൊരു മെൻറ്റാലിറ്റി ഇല്ല. വിഷമം കണ്ടാൽ ആരാണോ വ്യക്തി അവരെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അനീഷ് ഇസ് എ ഗുഡ് ഗെയിമർ. ബിഗ് ബോസിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡിസേർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അനീഷ്. നോറ വളരെ സ്ട്രോങ് ബോൾഡാണ്. ഞാൻ തന്നെ തിങ്ക് ചെയ്തിരുന്നു, ഇഫ് ആദില ഗെറ്റ് എലിമിനേറ്റഡ് ഹൗ ക്യാൻ നോറ സർവേ ദർ എന്ന് ഞാൻ തിങ്ക് ചെയ്തിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായി അതിലില്ലെങ്കിലും നോറ ഒരു പിടുത്തം അവിടെ എന്തായാലും പിടിക്കും. നോറയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന ബെസ്റ്റ് നോറ ഡെഫിനറ്റ്ലി അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളത്. കാരണം അവർ ചെറിയ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരല്ല. നിങ്ങൾ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ഈ ലിപ്സ്റ്റിക് വഴക്കും ഈ കുഞ്ഞു കുഞ്ഞു വഴക്കും കൂടെ പോകുന്ന ആൾക്കാരാണ്. അവരവരുടെ ലൈക്ക് സെക്ഷുവാലിറ്റി പറഞ്ഞ് പുറത്തിറങ്ങി വന്ന വ്യക്തികളാണ്. വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം വിട്ട് ലീഗൽ സിസ്റ്റത്തിനും മതത്തിനും എല്ലാത്തിനും എതിരെയായിട്ട് അവരത്ര ബോൾഡായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ബിഗ് ബോസിൽ കീപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ആ സ്റ്റാൻഡേർഡ് കളയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അവൾ കളഞ്ഞു തരാം. ഓക്കെ, സോ ഗൈസ്, ദാറ്റ്സ് അബൌട്ട് ഇന്നലത്തെ എപ്പിസോഡ്. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളും ഓരോ ദിവസത്തിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.